ഹായ് ഗായ്സ്. സോ അതെ നമ്മൾ ഇന്ന് ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ്. വേറെ ഒന്നിന്റെ അല്ല, അതെ വൂപ്പ് 4.2 എന്ന് പറയുന്ന ഈ ബാൻഡിന്റെ റിവ്യൂ ആണ്. ഞാൻ ഒരു മാസമായി ഇത് ഉപയോഗിക്കുന്നത്. സോ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ എവിടെയെങ്കിലും വരും. അപ്പൊ നിങ്ങൾ അത് കാണുക ആദ്യം. ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആദ്യം പോയി കാണുക, എന്നിട്ട് വന്നിട്ട് ഇത് കാണുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെയധികം അടിപൊളിയായിട്ട് ചെയ്ത വീഡിയോ ആണ് എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. പക്ഷേ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണ ഇതിന്റെ റിവ്യൂ ആണ്. ഇപ്പൊ ഞാൻ ഒരു മാസമായി ഇത് ഉപയോഗിക്കണം. സോ എന്താണ് ഇതിന്റെ അവസ്ഥ, എങ്ങനെയൊക്കെയാണ് സംഭവം നടക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൽ ചെയ്യണം എന്നുള്ളതൊക്കെ പറയാം. സോ നമുക്ക് തുടങ്ങുന്നത് സിമ്പിൾ ആണ്, വേറെ ഒന്നുമല്ല. ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യണത് ഇടണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ തുറക്കുക, പരിപാടി ഇതാക്കുക. കണ്ടതേ ഇങ്ങനെയാണ് ക്ലോസ് ചെയ്ത് ക്ലാസ് പെട്ട് കണ്ടത്. ഇതാണ് സംഭവം. ഇത് ഇടാനായിട്ട് ഇതേ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് പച്ച ലൈറ്റ് ഒക്കെ കാണാൻ പറ്റും. ഇതാണ് ഇതിന്റെ സെൻസർ വരുന്നത്. ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കയ്യിലേക്ക് ഇട്ടാൽ മതി. ബൈ ദ വേ ഇതിപ്പോ നാട്ടിൽ അത്യാവശ്യം കുറച്ച് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടത് വേറെ ഒന്നുമല്ല. നമ്മുടെ സ്വന്തം ലാലേട്ടൻ വൂപ്പ് ബാൻഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലൂ കളർ ഉള്ളതാണ്. ഇപ്പോൾ ഫോട്ടോസൊക്കെ വൈറലായിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇതിങ്ങനെ കയ്യിലിങ്ങനെ ഇട്ടേനുണ്ടെങ്കിൽ സ്കിന്നിനോട് ചേർന്ന് നടന്ന് അതിന്റെ ട്രാക്കിംഗ് പരിപാടി തുടങ്ങും. ഇതിങ്ങനെ ഒരു ഡബിൾ ടാപ്പ് ചെയ്താൽ ഇതിന്റെ ചാർജ് കാണിക്കും. ഇങ്ങനെ ഇവിടെ കാണിച്ചാൽ ഡബിൾ ടാപ്പ് ചെയ്താൽ കാണേണ്ടതാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അകത്ത് ചാർജ് കാണിക്കും. അത് കാണില്ല, എന്താണെന്നറിയില്ല, ഇടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഓക്കെ. സോ പക്ഷെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ചാർജിങ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്ന ഈ സാധനമാണ് ഇതിന്റെ ചാർജർ. സോ ഇത് നമ്മൾ ആദ്യം ചാർജ് ചെയ്യണം. ഇത് ഒരു പവർ ബാങ്ക് പോലെയാണ് വർക്ക് ചെയ്യുക. ഇത് ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ വെച്ച് സ്ലൈഡ് ചെയ്തിട്ടാൽ കണ്ട അത് ചാർജ് ആവും. കണ്ട കളറൊക്കെ മാറിയിട്ട് ഇതായിക്കൊണ്ടിരിക്കും. സോ ചാർജ് ആവണം. അങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യണത്. ഇനി ഇതിൽ ഏറ്റവും അടിപൊളി പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് നമ്മൾ തലേ ദിവസം അല്ലെങ്കിൽ രാത്രി ചാർജ് ചെയ്യാൻ വിട്ടുപോയി, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മറന്നു പോയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് പോവാം, എവിടെ വേണമെങ്കിലും പോവാം. ഒന്നും വരില്ല. നമുക്ക് ഇങ്ങനെ കുടഞ്ഞാലും എന്ത് ചെയ്താലും ഇതൊന്നും തിരിച്ചൊന്നും പോകുന്നില്ല. സംഭവം അവിടെ തന്നെ ഉണ്ടാവും. പെർഫെക്റ്റ് ആയിരിക്കും. വലിയ ഓക്വേർഡ്നെസ് ഒന്നും പോകില്ല. കാരണം ഒരു വാച്ച് വല്ലതും തോന്നുള്ളൂ, കുറച്ച് ഇങ്ങനെ ഒരു ബൾജി ഫീലിംഗ് ഉണ്ടാവും, അത് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഇതിന്റെ പരിപാടികളിലേക്ക് പോവാം. ഇത് മാത്രമേ ഉള്ളൂ വാച്ചിൻ്റെ അകത്തുള്ള പരിപാടി. വേറൊരു സംഭവം ഇതിൻ്റെ അകത്തില്ല. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്നതെല്ലാം ആപ്ലിക്കേഷൻ്റെ അകത്താണ്. വൂപ്പ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൻ്റെ അകത്താണ്. സോ ഞാൻ അതിന്റെ ഓരോ ഫോട്ടോസും ഡീറ്റെയിൽ ആയിട്ടുള്ളതൊക്കെ ഇവിടെ എവിടെയെങ്കിലും സൈഡിലായിട്ട് നിങ്ങൾ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് മെയിൻ ആയിട്ട് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ട്രാക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹേർട്ട് റേറ്റ് ഇവരെ നല്ല രീതിക്ക് ട്രാക്ക് ചെയ്യും. അത് വെച്ചിട്ടാണ് മെയിൻ പരിപാടികളെല്ലാം നടക്കുന്നത്. പിന്നെ അത് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയുടെ സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യും. സ്ട്രെയിൻ എന്നാണ് ഇവർ അതിനകത്ത് കൊടുത്തേക്കണം. സ്ട്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ സ്ട്രെസ്, ചിലപ്പോൾ നമ്മൾക്കൊരു കുറച്ച് ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഉണ്ടാവും. ചിലപ്പോൾ നല്ല വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ദിവസമായിരിക്കും. നമ്മൾ ഫിസിക്കലി നല്ല ആക്ടിവിറ്റീസ് ചെയ്ത ദിവസമായിരിക്കാം. സോ ഇതൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ഹേർട്ട് റേറ്റ് വെച്ചിട്ട് അവരൊരു സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യും. ആ സ്ട്രെയിൻ 0 to 21 ആണ് വരുന്നത്. എനിക്ക് മിക്കപ്പോഴും ഒരു 14.5, ചിലപ്പോൾ 16 ഒക്കെ വരും. ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്ന ദിവസങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 16 ഒക്കെ വരും. സോ ആ സ്ട്രെയിൻ വെച്ചിട്ടാണ് ഇവർ നമ്മളുടെ അടുത്ത് റിക്കവറി എന്ന് പറഞ്ഞ അടുത്ത സംഭവം അതുവരെ. അപ്പൊ ഈ റിക്കവറി എന്ന് പറയുന്നതിന് മുന്നേ ആ സ്ട്രെയിൻ വെച്ചിട്ട് നമ്മുടെ ബോഡിയുടെ സ്ട്രെയിൻ എത്രയാണ് എന്നുള്ളത് വെച്ചിട്ട് അവർ പറയും, ഓക്കെ ഈ ആപ്ലിക്കേഷനിൽ പറയും എനിക്ക് ഇത്ര മണിക്കൂർ സ്ലീപ്പ് വേണം. എനിക്ക് മിക്കപ്പോഴും ഒരു 10 മണിക്കൂറൊക്കെ സ്ലീപ്പ് വേണം എന്നാണ് ഇതിൻ്റെ അകത്ത് കാണിക്കൽ എപ്പോഴും. പക്ഷെ ഞാനൊരു 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ ഉറങ്ങാറുള്ളൂ. പല കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പോൾ അവർ അതിന്റെ റിക്കവറി കാണിക്കും. അപ്പൊ അവർ പറയും എന്റെ ബോഡി ഫുൾ ആയിട്ട് റിക്കവർ ചെയ്തിട്ടില്ല. ചിലപ്പോൾ നല്ല സ്കോറൊക്കെ കിട്ടുക എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയേക്കണ ബെസ്റ്റ് സ്കോർ എനിക്ക് തോന്നുന്നത് 80 എങ്ങാണ്ട് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. 85 കിട്ടിയിട്ടുണ്ട് തോന്നണ്. സോ 70 ഒക്കെയാണ് മിക്കപ്പോഴും എനിക്ക് വരാറ്. ചിലപ്പോൾ എന്റെ മറ്റേ റെഡിൽ വരും ഒട്ടും റിക്കവർ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരും. കാരണം ആ റിക്കവറി ഇത് പല കാരണങ്ങൾ ബേസ് ചെയ്തിട്ടാണ് അവർ പറയാം. നമുക്ക് ബോഡി ഇത്രയും സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട് തലേ ദിവസം, അതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും സ്ലീപ്പ് വേണം. അത്രയും സ്ലീപ്പ് ഉണ്ടായാലും നമ്മുടെ ബോഡി ഫുള്ള് റിക്കവർ ആവുള്ളൂ എന്നാ പറയാം. അതോടൊപ്പം തന്നെ ഇത് വേറെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജേണൽ എൻട്രി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. ആ ജേണൽസ് വെച്ചിട്ട് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുമോ, ഇന്ന ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത്. അതിലിങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്. അത് വെച്ചിട്ട് അവർ പറയും ഇന്ന ഏതൊക്കെ ചെയ്ത് നമ്മളോട് ചോദിക്കും. അത് എല്ലാ ദിവസത്തിന്റെ അവസാനം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ കറക്റ്റ് ആയിട്ട് ഒപ്റ്റിമം ആയിട്ട് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പറയും എത്ര സ്ലീപ്പ് വേണം, എത്ര റിക്കവർ ആയി പിറ്റേ ദിവസം എന്നുള്ളത്. അതിൻ്റെ അകത്ത് ചോദിക്കും നമ്മളെ എന്തോരം ഹൈഡ്രേഷൻ എടുത്തിട്ടുണ്ട്, അതായത് വെള്ളം കുടിച്ചിട്ടുണ്ടാന്നുള്ളത് കറക്റ്റ് നേരിട്ട് ഇവർ ചോദിക്കണില്ല. അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പക്ഷെ കാലറീസ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മീൽ എന്തായിരുന്നു, മീറ്റ് കൺസ്യൂം ചെയ്തിട്ടുണ്ടോ, അങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഇതിനകത്ത് ചോദിക്കുക. അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് എല്ലാ ദിവസവും ചെയ്യണം. അതിനാണ് ജേണൽ എൻട്രി എന്ന് പറയാം. അത് മാത്രമേ ഉള്ളൂ. പിന്നെ റിക്കവറി, അപ്പൊ റിക്കവറി പെർസെന്റേജ് കാണിക്കും. എനിക്ക് ഇടയ്ക്ക് 25% റിക്കവറി വരാറുണ്ട്. അത് എന്റെ ബോഡി ഫുള്ളായിട്ട് റിക്കവർ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ വ്യത്യാസം എനിക്ക് കാണാറുണ്ട്. കാരണം അന്നത്തെ ദിവസം എനിക്ക് അത്ര എനർജി ഫീൽ ചെയ്യില്ല. എനിക്ക് ചിലപ്പോൾ ഒരു ഉറക്കം ഫീലിംഗ് ഉണ്ടാവും, ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യും.
അതെല്ലാം കാണിക്കും. പക്ഷെ നല്ല റിക്കവറി കാണിക്കുന്ന ദിവസം ഞാൻ അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിരിക്കും, നല്ല എനർജി ഫീൽ ചെയ്യും എനിക്ക്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ബോഡി ഫുൾ ആയിട്ട് റിക്കവർ ചെയ്യും. ചിലപ്പോൾ ഒരു 7 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് റിക്കവർ ചെയ്തില്ല എന്നൊക്കെ കാണിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെള്ളം അടിക്കാറില്ല, പക്ഷേ എന്താണ് ആൽക്കഹോൾ കൺസംപ്ഷൻ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഓവറായിട്ട് ഡയറി പ്രൊഡക്ട്സ് ഒക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ, നമ്മൾ ഫാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, കാലറീസ് കൂടുതൽ കൺസ്യൂം, അപ്പൊ അങ്ങനത്തെ റിലേറ്റഡ് വെച്ചിട്ടാണ് ഇവർ റിക്കവറി പറയുന്നത്. സോ ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇവർ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്ന സംഭവങ്ങൾ. ഒന്ന് സ്ട്രെയിൻ, പിന്നെ സ്ലീപ്പ് മോണിറ്റർ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റിക്കവറീസ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പറയും. അപ്പൊ അവർ അതിന് ഓരോ കാരണങ്ങൾ പറയും. ഓക്കെ, ഇന്ന കാരണം കൊണ്ടായിരിക്കാം നിങ്ങളുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടിയേക്കുന്നത്. അപ്പൊ കുറച്ച് ലിസ്റ്റ് പറയും. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അവർ പിന്നെ കുറെ ഇൻ ഡീറ്റെയിൽ പരിപാടികളുണ്ട്. ഇത് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു അത്ലീറ്റ് ആണോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ഫ്രീക്ക് ആണോ, അല്ലെങ്കിൽ കുറച്ച് ഫുട്ബോളൊക്കെ കളിച്ചാൽ, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോയി നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തിട്ടുള്ള ഒരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് സാധനമാണ് ട്രാക്ക് ചെയ്യാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. സോ ദെൻ കംസ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ. വേറെ ഒന്നുമല്ല, ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് വാങ്ങിയത് 240 പൗണ്ടാണ് ഇതിന്. ഒരു വർഷത്തെ ഇതിന്റെ സബ്സ്ക്രിപ്ഷന് 240 പൗണ്ട്. അതിനെ വീണ്ടും സബ്സ്ക്രിപ്ഷൻ നമ്മൾ റിന്യൂ ചെയ്യണം. ഈ ഡിവൈസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അവരുടെ സബ്സ്ക്രിപ്ഷനാണ് ചാർജ്. അതായത് വാച്ച് വെറുതെ കൈ കെട്ടിക്കൊണ്ട് നടക്കാമെന്നുള്ളൂ. ആ ആപ്പിൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽസും ഡാറ്റയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 240 പൗണ്ട് കൊടുത്തിട്ട് ഇത് വാങ്ങണോ എന്നുള്ള ചോദ്യമാണ്. ടു ബി ഓണസ്റ്റ്, എനിക്ക് തോന്നുന്നില്ല. അതിലും ഭേദം ഒരു ആപ്പിൾ വാച്ച് വാങ്ങണതാണ്. പക്ഷേ ഈസ് ഇറ്റ് വർത്ത് ഇറ്റ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസക്ക് വേർത്തല്ല, പക്ഷെ ഈ സാധനം അടിപൊളിയാണ്. അപ്പൊ അതാണ് സംഭവം. നാട്ടിൽ ഏകദേശം ഒരു 25,000-30,000 രൂപ വരും. ഇപ്പോൾ അവൈലബിൾ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം. പക്ഷെ ഏത് രീതിക്കാണെന്നുള്ള കറക്റ്റായിട്ട് എനിക്കറിയില്ല. പക്ഷെ നാട്ടിൽ ഇപ്പൊ അത്രയും എമൗണ്ട് കൊടുത്ത് ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷനെ കൊടുത്ത് ചെയ്യണേന് എനിക്കറിയില്ല. ഐ ഡോണ്ട് തിങ്ക് സോ, തോന്നണില്ല. പിന്നെ നമുക്ക് ഒരു പ്രൗഢി കാണിക്കാനും കുറച്ച് പരിപാടി കാണിക്കാനൊക്കെ അടിപൊളിയാണ്. സംഭവം അടിപൊളിയാണ്. നമുക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് മനസ്സിലാവും. അതായത് നമ്മുടെ ബോഡി എത്രത്തോളം റിക്കവർ ആവണുണ്ട്, നമുക്ക് സ്ലീപ്പ് എത്രത്തോളം ഒക്കെ വേണം, നമ്മുടെ ഒരു ദിവസത്തെ ആവറേജ് സ്ട്രെയിൻ എത്ര വരും, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഒരു റുട്ടീൻ പരിപാടികൾ വെച്ചിട്ട് ഏകദേശം ഒരു മാസം കൊണ്ട്. അപ്പൊ നമുക്ക് അതിൽ കുറച്ചൊക്കെ നമുക്ക് കൂടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത് വെച്ചിട്ട് നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ വിചാരിക്കും കുറച്ചും കൂടെ ഒക്കെ നമുക്ക് ഇത് ചെയ്യാം, കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് ചെയ്യാം. എസ്പെഷ്യലി നമ്മുടെ കാലറീസ്, എത്ര കാലറി നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പതിയെ നോക്കാൻ തുടങ്ങും. പിന്നെ അതേപോലെ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം ഇത്ര ഉറക്കം വേണമെന്ന് പറയണം. ഓക്കെ, അപ്പൊ ഞാൻ അത്രയും സമയം ഉറങ്ങണില്ല, അപ്പൊ കുറച്ചും കൂടെ സമയം കൂട്ടാം. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. കാരണം എനിക്ക് ഉറക്കം ഇത്രയും വേണം, അപ്പൊ ഉറങ്ങിയേ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇടയ്ക്ക് ഒരു നാപ്പെങ്കിലും എടുക്കാനൊക്കെ പറയുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറെ നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ ഈസ് ഇറ്റ് വർത്ത് ഇറ്റ് എന്നുള്ളൊരു ചോദ്യം എപ്പോഴും അവിടെ നിലനിൽക്കും. അപ്പോ നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യുക. ആരെങ്കിലും ഇതിനെപ്പറ്റി വാങ്ങാനൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എന്തായാലും അയച്ചു കൊടുക്കും. കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയണതല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ് മോ.